മുൻപ് പറഞ്ഞിരുന്ന പോലെ പനയമ്പാടം വാഹന അപകടവുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി, അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്, PWD ചീഫ് എഞ്ചിനീയർ, ഇവരെല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു യോഗമാണ് ചേർന്നത്. നമ്മൾ ഈ യോഗത്തിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം റെക്കമെൻഡേഷനായി തന്നിരുന്ന 5 കാര്യങ്ങൾ ചെയ്യാനായിട്ട് നടപടിയെടുക്കുകയാണ്. ഒന്ന്, ഇവിടെ പനയമ്പാടത്ത് ഇപ്പോൾ മില്ലിങ് കഴിഞ്ഞു, റോഡ് മില്ല് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ റംബിൾസ് വെച്ച് മുകളിൽ നിന്ന് തന്നെ സ്പീഡ് കുറയ്ക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യും. അതുപോലെ ഒരു ഡിവൈഡർ പെർമനൻറ്റ്, ഇപ്പോൾ നമ്മൾ ടെമ്പററി ഡിവൈഡർ വെച്ചാണ് ഇപ്പോൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പെർമനൻറ്റ് ഡിവൈഡർ വെച്ചുകൊണ്ട് ആ റോഡിനെ കൃത്യമായി ഡിവൈഡ് ചെയ്യും. ജംഗ്ഷനിലുള്ള ബസ് ബേ അവിടുന്ന് മാറ്റും. ആ ബസ് ബേ ആണ് ഈ അപകടങ്ങൾ വിളിച്ചു വരുന്നൊരു സാധനം. അപ്പോൾ ബസ് ബേ അവിടുന്ന് മാറ്റും. പിന്നെ ആ ജംഗ്ഷനിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് റിമൂവ് ചെയ്യാനുള്ള, അത് വെള്ളം കെട്ടാതിരിക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉടൻ തന്നെ ഹൈവേ അതോറിറ്റി ചെയ്യാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ ഈ അപകടം നടന്ന കുഞ്ഞുങ്ങളായിട്ട് അപകടം സംഭവിച്ച ഭാഗത്തടക്കം റോഡിൻ്റെ ഷോൾഡർ ഇല്ല എന്നൊരു വിഷയമുണ്ട്. ടാറ് കഴിഞ്ഞാൽ പിന്നെ ഏരിയ ഇല്ല. അപ്പോൾ ആ ഷോൾഡർ ചെയ്യാനും ഈ അപകടം നടന്ന ഭാഗത്ത് ഒരു റീറ്റെയിനിങ് ഹോൾ കെട്ടിക്കൊണ്ട് ആ ഷോൾഡർ അവിടെ ഫില്ല് ചെയ്ത് ഒരു നടക്കാനുള്ള സൗകര്യം, അതിൽ നടന്നു പോകത്ത ബസ് റോഡിൽ നിന്ന് വിട്ട് നടന്നു പോകത്തതിൽ ഒരു സംവിധാനം ഉണ്ടാക്കും. ഈ ലൈനുകളെല്ലാം മാറ്റും. അത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇതോടുകൂടിയാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഈ ട്രയൽ നോക്കുന്ന ഡിവൈഡർ, ആ ഡിവൈഡറിൻ്റെ പ്രവർത്തനം നോക്കി ഇപ്പോൾ വലിയ പ്രശ്നമില്ലാതെ പോവുകയാണ്. അപ്പോൾ അതിലെന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വരുത്തണമെന്ന് നോക്കിയിട്ട് പെർമനൻറ്റ് ഡിവൈഡറാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് അടിയന്തരമായി ഒരാഴ്ചയ്ക്കുള്ളിൽ അവിടെ ചെയ്യേണ്ട വർക്കുകളുടെ ഡിസൈൻ PWD നാഷണൽ ഹൈവേ വിഭാഗം, ചീഫ് എഞ്ചിനീയർ, ഹൈവേ അതോറിറ്റിയുടെ ഡയറക്ടർ കൈമാറും. 1 കോടി രൂപയ്ക്ക് മുകളിൽ അവർ കൊടുക്കുന്ന എസ്റ്റിമേറ്റ് 1.35 എത്രയാണെന്ന് വെച്ചാൽ അത്രയും രൂപ അദ്ദേഹം ഉടൻ അനുവദിക്കും. അനുവദിച്ചു കഴിഞ്ഞ് അത് ഊരാലുങ്കൽ സർവീസ് സൊസൈറ്റിയാണ് അതിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവർക്കാണ് അതിൻ്റെ മെയിൻ്റനൻസ് കോൺട്രാക്ട്. അതുകൊണ്ട് ഈ യോഗത്തിൽ വെച്ച് ഇനി പുതിയൊരു കോൺട്രാക്ടറെ കണ്ടെത്തി ചെയ്യാനൊക്കെ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് ഊരാലുങ്കൽ സൊസൈറ്റിയെ കൊണ്ട് തന്നെ ഇത് വർക്ക് ചെയ്യിക്കാൻ, ഈ വർക്കുകൾ, ഈ ഒരു പനയമ്പാടത്തെ വർക്ക് ചെയ്യിക്കാൻ ഈ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. അത് പണം അനുവദിക്കാം, വളരെ വേഗത്തിൽ നിന്ന് അനുവദിക്കാമെന്ന് അദ്ദേഹത്തിൻ്റെ പിന്നെ കപ്പാസിറ്റിയിലുള്ള അത്രയും തുക ഉടനെ അനുവദിക്കും. അത് അനുവദിച്ച ഉടനെ വർക്ക് തുടങ്ങണം. അപ്പോൾ വർക്ക് തുടങ്ങാൻ നമ്മൾ ഈ സ്ഥിരം റെഡ് ടേപ്പിസത്തിൽ പോകാതെ ചീഫ് എഞ്ചിനീയറോട് തന്നെ ഈ യോഗത്തിൽ തീരുമാനമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ കോൺട്രാക്ട്, ഈ ഹൈവേയുടെ കോൺട്രാക്ട്, സ്റ്റിൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഊരാലുങ്കൽ സർവീസ് സൊസൈറ്റി അവരെ തന്നെ ഈ വർക്ക് ഏൽപ്പിച്ച് പണി പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നാട്ടുകാർ മുന്നോട്ട് വെച്ചതും വിദഗ്ധ സംഘം പാലക്കാട് IIT അടക്കം മുൻപ് റിപ്പോർട്ട് ചെയ്ത എല്ലാ കാര്യങ്ങളും 5 കാര്യങ്ങളാണ് ശുപാർശ ചെയ്തിരുന്നത്. അത് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ കേരള റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ഭാഗമായിട്ട് ഫ്ലാഷ് ലൈറ്റുകൾ സ്ഥാപിക്കും. അത് മോട്ടോർ വെഹിക്കിൾ MED പാലക്കാട് RTO ഉദ്യോഗസ്ഥന്മാരെ, RTOയും കൂടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ അതിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിനാവശ്യമായ പണം എത്രയാണെന്ന് ചോദിച്ചാൽ അത്രയും പണം. അതിവിടെ മാത്രമല്ല, ഇത് പനയമ്പാടത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവിടെയും അതുകൂടെ മറ്റൊരു ബ്ലാക്ക് സ്പോട്ടായി മാറിയിരിക്കുന്ന മുണ്ടൂർ ജംഗ്ഷനാണ്. മുണ്ടൂർ ജംഗ്ഷനിലും KSTP റോഡും നാഷണൽ ഹൈവേയും തമ്മിൽ വരുന്നിടത്ത് വലിയ അപകടം ഉണ്ടാവണം. അതിനെപ്പറ്റി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അതിൽ ചെറിയ മാറ്റങ്ങൾ അവർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൻ്റെ ട്രയൽ ആരംഭിക്കുന്നതോടൊപ്പം തന്നെ അവിടെ ഒരു ഫ്ലാഷ് ലൈറ്റ് സ്ഥാപിക്കാൻ, ഒരു പുതിയ തരത്തിലുള്ള, ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന അല്ലാത്ത പുതിയ തരത്തിലുള്ള ഒരു വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഡ്രൈവറെ അലർട്ട് ചെയ്യാൻ. കാരണം ഓടിച്ചു വരുന്ന ഡ്രൈവർ പെട്ടെന്ന് തന്നെ ഏതൊരു മൂഡിലാണെങ്കിലും ഉണരത്തക്ക രീതിയിലുള്ള അത്ര ഫ്ലാഷ് ചെയ്യുന്ന ഒരു ലൈറ്റ് ഞങ്ങൾ പ്ലാൻ ചെയ്യുകയാണ്. അത് റോഡ് സേഫ്റ്റി അതോറിറ്റി അത് വാങ്ങുകയും ട്രാൻസ്പോർട്ട് കമ്മീഷണർ അത് എത്രയും പെട്ടെന്ന് നടപ്പിൽ വരുത്തുകയും ചെയ്യും. അദ്ദേഹത്തിനെ അതിനുള്ള ചുമതല ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നൽകിയിട്ടുണ്ട്. ഈ ഡിസൈനിൽ വേണ്ട മാറ്റങ്ങൾ ഈ നാട്ടുകാരുമായിട്ട് പഞ്ചായത്തിൻ്റെ ഒരു പ്രപ്പോസലുണ്ട്. പഞ്ചായത്ത് റിക്വസ്റ്റ് തന്നിരുന്നു. അപ്പോൾ പലതരം പ്രപ്പോസൽ ഇവിടെ നാഷണൽ ഹൈവേ ആയിട്ടും KSTP ആയിട്ടും ഞങ്ങൾ ചർച്ച ചെയ്തു. അതിൽ ചെറിയ ഒരു ട്രയൽ ആദ്യം നടത്തുകയാണ് മുണ്ടൂർ. ഇപ്പോൾ പനയമ്പാടത്ത് നടക്കുന്ന പോലൊരു ട്രയൽ മുണ്ടൂരിൽ നടത്തി ആ പ്രശ്നം പരിഹരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നടന്നത്. അതിൻ്റെ 1 കോടിക്ക് മേൽ രൂപ അടിയന്തരമായി നമുക്ക് ഹൈവേ അതോറിറ്റി അനുവദിച്ച് തരാമെന്നുമായിട്ടുണ്ട്. അതിലെന്തെങ്കിലും കുറവ് വന്നാൽ റോഡ് സേഫ്റ്റി അതോറിറ്റി ആ പൈസ കൊടുക്കും. അവർ എസ്റ്റിമേറ്റ് ഏതായാലും 1 ആഴ്ചയ്ക്കുള്ളിൽ, ഇന്ന് ചൊവ്വാഴ്ചയാണ്, അടുത്ത ചൊവ്വാഴ്ചയ്ക്ക് മുമ്പ് എസ്റ്റിമേറ്റ് കേരളത്തിലെ PWD NH വിഭാഗം സമർപ്പിക്കും. അവിടെ ഹൈവേയിൽ സമർപ്പിക്കും. അദ്ദേഹം പെട്ടെന്ന് തന്നെ അതിൻ്റെ പണം അനുവദിക്കാമെന്ന് ഡയറക്ടർ ഈ യോഗത്തിൽ സമ്മതിച്ചിട്ടുണ്ട്. ഈ ഇഷ്യൂ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാനുള്ള ശ്രമമാണ്.
ഞങ്ങൾ ഈ ഒരു സ്പോട്ടാണ് നോക്കുന്നത്. ബാക്കി സ്പോട്ടുകൾ അവർ ബാക്കി പിന്നെ പാലക്കാടിനും കോഴിക്കോടിനും ഇടയ്ക്ക് 16 ബ്ലാക്ക് സ്പോട്ടുകൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ കൂടുതലും വരുന്നത് രാമനാട്ടുകര ഭാഗത്തൊക്കെയാണ്. അപ്പോൾ അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി അവർ നടപടിയെടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് NHI ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗമായിട്ട് NHI അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ 16 സ്ഥലങ്ങളിൽ ബ്ലാക്ക് സ്പോട്ട് ഉണ്ട്. ഈ റോഡിൽ അങ്ങ് രാമനാട്ടുകര ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വരുന്നതെന്നാണ് പറഞ്ഞത്. ആ ഭാഗത്ത് കോഴിക്കോട് ജില്ലയിലാണ്. അതവർ ചെയ്യാം, ഇത് റെക്ടിഫൈ ചെയ്യാനുള്ള നടപടി എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ അതനുസരിച്ച് ഇന്നലെ ട്രാൻസ്പോർട്ട് കമ്മീഷണറോടൊപ്പം നമ്മൾ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രി പറഞ്ഞിട്ട് ഞങ്ങൾ DGP ആയിട്ടൊരു ചർച്ച നടത്തിയിരുന്നല്ലോ. ആ ചർച്ചയിൽ ഈ ബ്ലാക്ക് സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് ഇപ്പം നമ്മൾ എൻഫോഴ്സ്മെൻറ്റ് പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ബ്ലാക്ക് സ്പോട്ടിൽ ഒരു അവയർനെസ് സൃഷ്ടിക്കാൻ വേണ്ടി എല്ലാ ബ്ലാക്ക് സ്പോട്ടും കൂടി മാറ്റാൻ നമുക്ക് കഴിയില്ല. ഇത് നാഷണൽ ഹൈവേയിലുള്ള ബ്ലാക്ക് സ്പോട്ടുണ്ട്, MC റോഡിലുള്ളതുണ്ട്, പിന്നെ KSTP റോഡിലുള്ളതുണ്ട്. ഇതെല്ലാം കൂടി ഒരു ദിവസം പരിഹരിക്കാൻ പറ്റത്തില്ല. അവിടെ ഏതായാലും അവിടെ പരിശോധനകൾ ശക്തമാക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചു. ഇപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം അതേ ഉള്ളൂ. കോടാനുകോടി ചിലവാക്കിയാൽ ഈ ബ്ലാക്ക് സ്പോട്ട് മാറുള്ളൂ. ഇതിനെന്താണ് കുഴപ്പമെന്ന് വെച്ചാൽ പലപ്പോഴും ഡിസൈൻ ചെയ്യുന്നത് കോൺട്രാക്ടറാണ്, ഒരു കൺസൾട്ടൻറ്റോ കോൺട്രാക്ടറോ ആണ് ഇപ്പോഴത്തെ ഒരു ശൈലി അനുസരിച്ച്. ഇപ്പോൾ KSTP റോഡുകൾ അങ്ങനെയാണ്, നാഷണൽ ഹൈവേ റോഡുകൾ. ഇപ്പോൾ ആരാണ് ഡിസൈൻ ചെയ്തതെന്ന് ചോദിച്ചാൽ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല, അവരല്ല. എന്നാൽ കേരളത്തിലെ NH ആണോ എന്ന് ചോദിച്ചാൽ അവരല്ല. എന്നാൽ എടുത്ത കോൺട്രാക്ടറാണോ എന്ന് ചോദിച്ചാൽ ചിലർ പറയുന്നു കൺസൾട്ടൻ്റ് ആണെന്ന് പറയുന്നു, ചിലർ പറയുന്നു ഇതൊരു കോൺട്രാക്ടർ തന്നെ ചെയ്തു വന്നതാണെന്ന് പറയുന്നു. ആരും ഇപ്പോൾ ഉത്തരവാദിയില്ല. ചുരുക്കം പറഞ്ഞാൽ ഡിസൈനിന് ആരും ഉത്തരവാദിയില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആലോചിച്ചാൽ ഈ ബ്ലാക്ക് സ്പോട്ടുകൾ സൃഷ്ടിക്കുന്നത് ഇവരല്ലേ? നാട്ടുകാരാണോ? ഡ്രൈവ് ചെയ്യുന്നവരാണോ? ഗവൺമെൻറ്റാണോ? അല്ല. ഈ ഡിസൈൻ ചെയ്യേണ്ട എഞ്ചിനീയർമാരും ഈ കോൺട്രാക്ടർ ഉപയോഗിക്കുന്ന കൺസൾട്ടൻറ്റ് അല്ലെങ്കിൽ അതോറിറ്റി നിശ്ചയിക്കുന്ന കൺസൾട്ടൻറ്റ് ഇവരല്ലേ ഡിസൈൻ ചെയ്യുന്നത്? നമ്മളാണോ? അവരുടെ ഡിസൈന് തകരാറുണ്ടല്ലേ ബ്ലാക്ക് സ്പോട്ട് ഉണ്ടാകുന്നത്? ഇവർ പലപ്പോഴും പറ്റുന്ന കുഴപ്പം, ഇപ്പം മുണ്ടൂർ എന്ന സ്ഥലത്തെ പ്രശ്നം എന്ന് പറയുന്നത് പണ്ട് ഈ പ്രശ്നമില്ലായിരുന്നു. കാരണം റോഡ് വളരെ മോശമായിരുന്നു. ഇപ്പോൾ റോഡ് വളരെ നന്നായി, വളരെ സ്മൂത്തായി. ഹൈവേയും സ്മൂത്തായി, KSTP റോഡും സ്മൂത്തായി. ഇതിലാണ് സ്മൂത്തായി കഴിഞ്ഞാൽ ഇടിയാണ്. അപ്പോൾ ആ പഴയ ശാസ്ത്രം ഇപ്പോൾ പറ്റത്തില്ല. അപ്പോൾ ഇപ്പോഴത്തെ ആ സ്പീഡ് കൂടുന്നതനുസരിച്ചുള്ള ഒരു ഡിസൈൻ അല്ലാത്തത് കൊണ്ടാണ് 2 റോഡിലും സ്പീഡ് കൂടിയിരിക്കുന്നു എന്ന് കണക്കാക്കിയുള്ള ഡിസൈൻ. പഴയ ഡിസൈൻ അങ്ങനെ ഫോളോ ചെയ്യാൻ, പഴയ പാറ്റേൺ. ഇപ്പോൾ മുണ്ടൂർ ജംഗ്ഷനിൽ പഴയ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഈ സ്പീഡിൻ്റെ വർധനവിനെ പറ്റി അവർ ധരിക്കുന്നില്ല. റോഡ് സ്മൂത്തായി. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ കുഴപ്പം. എല്ലാ പ്രശ്നം കൂടി ഒരു ദിവസം പരിഹരിക്കാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ ഒരു വളരെ ദുഃഖകരമായൊരു സംഭവം നടന്നു പനയമ്പാടത്ത്. അവിടുത്തെ ഒരു പ്രധാന ഇഷ്യൂ കുറേ നാളായിട്ട് അഡ്രസ്സ് ചെയ്യുന്നത് 2021 ജൂലൈ മാസത്തിൽ അവിടുത്തെ MLA വളരെ വിഷയം നിയമസഭയിൽ ഉന്നയിക്കുകയും അവരത് പിന്നെ മന്ത്രിക്ക് കത്തായി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ MLAയുടെ ആ ഒരു നിർദ്ദേശം അനുസരിച്ച് പരിശോധന നടത്തി. അന്ന് തന്നെ ഒരു 2022 ഓഗസ്റ്റ് മാസത്തിൽ പരിശോധന നടത്തി. ഒരു റിപ്പോർട്ടും തയ്യാറായി. അതോടൊപ്പം പാലക്കാട് IIT പഠിച്ചു, അവരൊരു റിപ്പോർട്ട് തന്നു. ഇതൊന്നും ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആ പ്രശ്നം ആദ്യം പരിഹരിച്ചതിന് ശേഷം മറ്റുള്ള സ്ഥലങ്ങളിൽ ഏതായാലും എൻഫോഴ്സ്മെൻറ്റ് ശക്തിപ്പെടുത്താൻ ഇന്നലെ DGPയുടെ നേതൃത്വത്തിലെടുത്ത ഒരു യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ട്രാൻസ്പോർട്ട് കമ്മീഷൻ പങ്കെടുത്തു. അതിൽ SP-മാരെല്ലാം പങ്കെടുത്തിരുന്നു. SP-മാരോടൊപ്പം നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഇന്നലെ XP-മാരുമായിട്ട് വൈകിട്ട് തന്നെ എല്ലാ ജില്ലകളിലും മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ മീറ്റിംഗ് നടത്തിയിരുന്നു. ഇന്ന് രാവിലെ മുതൽ ഡ്രൈവ് ആരംഭിച്ചിട്ടുണ്ട്. മദ്യപിച്ച് വണ്ടി ഓടിക്കുക, പിന്നെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വണ്ടി ഓടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട്. പിന്നെ അത് മാത്രമല്ല, ഇന്നലെ വളരെ നല്ലൊരു മീറ്റിംഗ് നടത്തി. പ്രൈവറ്റ് ബസ്സുകൾ ധാരാളം അപകടങ്ങൾ ഉണ്ടാക്കിയാണ്. അപ്പോൾ സ്വകാര്യ ബസ്സിൻ്റെ ഉടമകളുമായി 4 സംഘടനയാണുള്ളത്. 4 സംഘടനകളുമായും ഇന്നലെ ഞങ്ങൾ ട്രാൻസ്പോർട്ട് കമ്മീഷനും മറ്റു ഉദ്യോഗസ്ഥരടക്കം ഞങ്ങളൊരു ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയിൽ ചില ആശയങ്ങൾ ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. സ്വകാര്യ ബസ്സുകൾ ഇനി ആളുകളെ ഇടിച്ചു കൊന്നാൽ 6 മാസത്തേക്ക് പെർമിറ്റ് സസ്പെൻഡ് ചെയ്യും. സ്വകാര്യ ബസ്സുകൾ ഇടിച്ച് അശ്രദ്ധമായി ഓടിച്ച് മാരകമായി പരിക്കേറ്റാൽ 3 മാസം പെർമിറ്റ് സസ്പെൻഡ് ചെയ്യും. ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന കൂടെ ഉണ്ട് കേട്ടോ. ലൈസൻസ് ഓടിക്കുന്ന ആളുടെ ലൈസൻസ് പോകുന്ന അതുണ്ട്. അതുകൂടാതെ അതിന് കാരണമെന്ന് പറയുന്നത് പലപ്പോഴും മത്സര ഓട്ടത്തിന് പല ബസ് ഉടമകളും പ്രോത്സാഹിപ്പിക്കുന്നുള്ളതാണ്. അത്തരം മത്സര ഓട്ടത്തോട് സംഘടനാ നേതാക്കളോ സംഘടനകളോ പൊരുത്തപ്പെടുന്നില്ല എന്ന് സമ്മതിച്ചു. ഇപ്പം നമ്മൾ നേരത്തെ ഒരു തീരുമാനമെടുത്തു. തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിൽ കഴിഞ്ഞ ദിവസം ഒരു
ബാങ്ക് ജീവനക്കാരൻ ബസ്സിൻ്റെ ഇടയിൽ ഞെരിഞ്ഞ് മരിക്കുകയുണ്ടായി. അത് ആ ദൃശ്യം കണ്ടാൽ നമുക്കറിയാം അതൊരു നിയമലംഘനം. ആ നിയമലംഘനം എന്ന് പറയുന്നത് KSRTC ബസ്സിൻ്റെ മുന്നിൽ കയറി കൂടുതൽ കളക്ഷൻ എടുക്കാവുന്ന ലക്ഷ്യത്തോടു കൂടി ആ ഡ്രൈവർ ചെയ്തൊരു നിയമലംഘനമാണ്. അത് ഡ്രൈവർക്ക് വേണ്ടിയല്ലല്ലോ കളക്ഷൻ. അപ്പോൾ അക്കാര്യത്തിൽ കർശനമായ നിലപാട് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ കണ്ടക്ടർമാരും ഡ്രൈവർമാർക്ക് ഇവർക്കൊന്നും യാതൊരു ട്രെയിനിങ്ങും മര്യാദയൊന്നുമില്ല. എല്ലാ ഡ്രൈവർമാരും കണ്ടക്ടർമാരെയും പ്രൈവറ്റ് ബസ് ഡ്രൈവർ, കണ്ടക്ടർ, ക്ലീനർ ഇവരുടെ നിയമനം ഇനി പോലീസ് വെരിഫിക്കേഷൻ വാങ്ങിക്കൊണ്ട് മാത്രമേ നടത്താൻ പറ്റുള്ളൂ. അവരുടെ പോലീസ് ക്ലിയറൻസ് വാങ്ങിക്കണം. അവരുടെ പേരിൽ ക്രിമിനൽ കേസുകളോ മയക്കുമരുന്ന് കേസുകളോ അങ്ങനെയുള്ള യാതൊരുവിധ കേസുകളും ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. യാത്രക്കാരായ കുട്ടികളുടെയൊക്കെ സുരക്ഷിതത്വത്തിന് വളരെ അത്യാവശ്യമാണ്. അതിനോട് ബസ് ഉടമകൾ യോജിക്കുകയും അവരെ സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ ഡ്രൈവർമാർക്ക് IDTR ഘട്ടം ഘട്ടമായി IDTR അല്ലെങ്കിൽ IDTRൻ്റെ യൂണിറ്റുകളിൽ, സബ് യൂണിറ്റുകളിൽ വെച്ച് ഡ്രൈവിംഗ് ട്രെയിനിങ്, നിയമങ്ങളെക്കുറിച്ചും ഡ്രൈവിങ്ങിൻ്റെ അച്ചടക്കത്തെക്കുറിച്ചും ഘട്ടം ഘട്ടമായി ട്രെയിനിങ് നടത്താൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം അതിൻ്റെ ഷെഡ്യൂൾ തയ്യാറാക്കി അത് ചെയ്യും. എല്ലാ RTO, ജോയിൻ്റ് RTO ഓഫീസുകളിലും ഡ്രൈവർ, കണ്ടക്ടർ, ക്ലീനർ ഈ 3 കൂട്ടർക്കും ട്രെയിനിങ് ആരംഭിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് വണ്ടിയിൽ പെരുമാറേണ്ടത്, വണ്ടിയുടെ ഡോർ എങ്ങനെ അടയ്ക്കണം, വണ്ടി എങ്ങനെ ഓടിക്കണം, വണ്ടിയിൽ വരുന്നതോടെ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു ട്രെയിനിങ് നടത്താനുണ്ട്. ഇനി എല്ലാത്തിനും ഉണ്ടാവും. അത്തരം സംഭവങ്ങളെല്ലാം ഡെഫിനറ്റായിട്ടും ഉണ്ടാവും. കാരണം വെച്ചാൽ അതിൽ ഡ്രൈവറെ കുറ്റം കൊണ്ടാണ് സംഭവിക്കുന്നതെങ്കിലും ഉടമ ആ ഒരു ഉത്തരവാദിത്വം ഉണ്ട് ഉടമയ്ക്ക്, അല്ലേ? നമ്മളിപ്പോൾ ഒരു ബസ് കൊടുത്ത ആളെ നമ്മൾ ഈ അയോഗ്യന്മാരായ സാമൂഹ്യ വിരുദ്ധന്മാരായ ആളുകളെ വണ്ടി ഓടിക്കാൻ വെച്ച് കഴിഞ്ഞാൽ അവർ കാണിക്കുന്ന എല്ലാ കുഴപ്പങ്ങൾക്കും ഉടമ തന്നെയാണ് ഉത്തരവാദി. അപ്പോൾ അതുകൊണ്ടാണ് പോലീസ് ക്ലിയറൻസ് വേണം എന്ന് പറയുന്നത്. ഏത് ജോലിക്കും പോലീസ് ക്ലിയറൻസ് ചോദിക്കാം. പക്ഷേ ബസ് ഓടിക്കുന്നതിനോ പ്രൈവറ്റ് ബസ് ഓടിക്കുന്നതിനോ അങ്ങനെ ഇപ്പോൾ KSRTCയിൽ ഒരാൾ എംപ്ലോയ്മെൻറ്റിൽ നിന്ന് വഴി വരണമെങ്കിൽ പോലും പോലീസ് ക്ലിയറൻസ് വേണം. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായും പോലീസ് ക്ലിയറൻസ് പ്രൈവറ്റ് ബസ്സുകളിൽ നിർബന്ധമാക്കിയിട്ടുണ്ട്. എല്ലാ ബസ്സുകളുടെയും പുറയിൽ ഉടമ നിർദ്ദേശിക്കുന്ന ഒരു നമ്പർ, ഡ്രൈവറുടെ ഡ്രൈവിങ്ങിനെ കുറിച്ച് പരാതികളുണ്ടെങ്കിൽ അറിയിക്കാനുള്ള സ്റ്റിക്കർ പതിപ്പിക്കും. അത് അവരേത് നമ്പറാണ് കൊടുക്കുന്നുള്ള കാര്യം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുകയും അത് സംസ്ഥാന തലത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ അത് കോർഡിനേറ്റ് ചെയ്യും. അതിൽ പരാതികൾ ശരിയായി എടുക്കുന്നില്ലെങ്കിൽ ഈ നമ്പർ ഇമ്മീഡിയറ്റാക്കി മാറ്റും. അപ്പോൾ തൽക്കാലം നമ്മൾ ഉടമസ്ഥർക്കൊരു അവസരം കൊടുക്കുകയാണ്. അവരത് കേട്ടിട്ട് പരിഹരിച്ചോണം. അതല്ലെങ്കിൽ ഒരു കോമൺ നമ്പറിലേക്ക് ഇത് കൊണ്ടുവരും. ഒരു 3 മാസം ഞങ്ങളിത് പരീക്ഷിക്കും. അവർ തരുന്ന നമ്പറുകൾ ഞങ്ങൾ പ്രസിദ്ധീകരിക്കും, വണ്ടിയുടെ പുറകെ എഴുതി കാണിക്കും. അത് ശരിയായില്ലെന്നുണ്ടെങ്കിൽ 3 മാസം നമ്മൾ പിന്നെ മത്സര ഓട്ടം ഒഴിവാക്കാൻ വേണ്ടി ജിയോ ടാഗ് ചെയ്യാൻ, പ്രൈവറ്റ് ബസ്സുകളെ ജിയോ ടാഗ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ജിയോ ടാഗ് ചെയ്യാന്ന് പറഞ്ഞാൽ ടൈം തെറ്റിച്ച് ഓടുന്നവർക്ക് അവർ തന്നെ ഒരു സംവിധാനം ഉണ്ടാക്കി, ഒരു സൊസൈറ്റി രൂപീകരിച്ച് ഒറ്റപ്പാലത്തും മറ്റും അവരിത് പരീക്ഷിച്ച് വിജയിച്ചതാണ്. ടൈം തെറ്റി ഓടുന്ന വണ്ടികൾ 50 രൂപ ഫൈൻ കൊടുക്കണം. ആർക്ക്? അവരെ സൊസൈറ്റിക്ക് തന്നെ. അങ്ങനെ വന്നപ്പോൾ ഇപ്പോൾ ടൈം തെറ്റിച്ച് ഓടാതെ അത് കേരളം മുഴുവൻ ഏർപ്പെടുത്താൻ അവർക്കൊരു സമയം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ സമയം കഴിഞ്ഞവർ ചെയ്തില്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കേരളം ഒട്ടുക്കും ഈ പ്രൈവറ്റ് ബസ്സുകൾക്ക് ഒരു ജിയോ ടാഗിങ് ഏർപ്പെടുത്തും. ഇപ്പോൾ അവർ ജിയോ ഫെൻസിങ് ചെയ്യാൻ അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ ജിയോ ഫെൻസിങ് ഞങ്ങൾ അവർ ഒരു 3-4 മാസം കൊണ്ട് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ചെയ്യും, സർക്കാർ തന്നെ ചെയ്യും. ചെയ്യുമ്പോൾ വണ്ടികളുടെ വേഗതയിൽ ഒരു നിയന്ത്രണം ഉണ്ടാകും. ടൈം തെറ്റിച്ചോടുന്ന വണ്ടിക്ക് ഫൈൻ വരും. അപ്പോൾ ഫൈൻ വരുമ്പോൾ താനേ വണ്ടി അതിൻ്റേതായ സമയം പാലിച്ച് ഓടാൻ തുടങ്ങും. ഇത് അവരുമായി സംസാരിച്ചപ്പോൾ അവർ തന്നെ ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ അവർക്കൊരു അവസരം കൊടുക്കുകയാണ്. ഞങ്ങൾ തന്നെ ചെയ്യാനായിരുന്നു പരിപാടി, പക്ഷേ അവർ തന്നെ ചെയ്യാമെന്ന് പറയുമ്പോൾ അവർക്കൊരു അവസരം കൊടുക്കുകയാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. എല്ലാ സ്ഥലത്തും ഇതൊരു ബഹളം ഉണ്ടാക്കാനുള്ള കാര്യമല്ല. ഈ ബസ്സുകൾ 9 മണി 10 മണി വരെ പെർമിറ്റ് എടുക്കുന്നു പ്രൈവറ്റ് ബസ്. പ്രത്യേകിച്ച് ഉൾപ്രദേശങ്ങൾ, ഇടുക്കി, വയനാട്, എറണാകുളം, തിരുവനന്തപുരം എല്ലാ സ്ഥലത്തും ഉണ്ട്. രാത്രി 9 മണി 10 മണി വരെ അവരെ പെർമിറ്റ്. പക്ഷേ ഇവർ ഈ പെർമിറ്റ് 6-6:30 മണിയാകുമ്പോൾ വണ്ടി ഒതുക്കും, കഴുകണം എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടി ഒതുക്കും. പിന്നീട് അവർ പറയുന്നത് ആളില്ല, ആൾ കുറവാണ്, KSRTC ഓടിക്കോട്ടെ എന്നാണ്. അത് പറ്റില്ല. KSRTC ഓടും. അതുവരെ KSRTC ഓടിക്കൊണ്ടിരിക്കുന്ന റൂട്ടുകളിൽ KSRTC രാത്രി വരെ ഓടാറുണ്ട്, ലാസ്റ്റ് ട്രിപ്പ് വരെ പോകും. പക്ഷേ ഇനി മുതൽ ഇത്തരം പ്രദേശങ്ങളിൽ പ്രൈവറ്റ് ബസ്, ഇപ്പോൾ 5 ബസ് ഓടുന്ന, ഫോർ എക്സാമ്പിൾ 5 ബസ് ഓടുന്ന ഒരു സ്ഥലത്ത് ഇത് പരാതി പറയേണ്ട കാര്യമില്ല. എല്ലാവരും ശ്രദ്ധിക്കുക. 5 ബസ് ഓടുന്ന ഒരു സ്ഥലത്ത് ഒരു വണ്ടി രാത്രി 7 മണിക്ക് ശേഷം ഒരു സ്ഥലത്തേക്ക് പോവുകയും 8 മണിക്ക് ശേഷം ലാസ്റ്റ് ബസ് എന്ന നിലയിൽ തിരിച്ചു വരികയും ചെയ്യണം. ഇന്ന് പോകുന്ന വണ്ടി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ A എന്ന് പറയുന്ന ആളുടെ വണ്ടി ഇന്ന് പോവുകയാണെങ്കിൽ നാളെ B എന്ന് പറയുന്ന ഓണറുടെ വണ്ടി പോകണം. 5 വണ്ടികളുണ്ടെങ്കിൽ ഈ 5 വണ്ടിയും ടേൺ വെച്ചിട്ട് എല്ലാ ദിവസവും ലാസ്റ്റ് ട്രിപ്പ് ഓടിയേ പറ്റത്തുള്ളൂ, രാത്രി വരെ. അല്ലാത്ത പക്ഷം പെർമിറ്റ് ലംഘിച്ചു എന്ന പേരിൽ ചാർജ് ചെയ്യുകയും
അവരുടെ പെർമിറ്റുകൾ റദ്ദാക്കുകയും ചെയ്യും. സസ്പെൻഡ് അല്ല, റദ്ദാക്കി കളയും. കാരണം നിയമത്തിൽ വ്യവസ്ഥയുണ്ട്, ഇത്തരത്തിൽ റൂട്ട് കട്ടയിൽ ചെയ്യുന്ന ആളുകളുടെ പെർമിറ്റുകൾ റദ്ദാക്കാം എന്ന് വ്യവസ്ഥയുണ്ട്. പക്ഷേ എല്ലാവരുടെയും ബുദ്ധിമുട്ടിച്ച് കളക്ഷൻ ഇല്ലാത്ത സമയത്ത് ഓടിച്ച് അവരെ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല സർക്കാർ. അവരൊരു ബിസിനസ്സാണ്, അതൊന്നും നമ്മൾ നഷ്ടപ്പെടും. പക്ഷേ ഒരാൾ ഓടണം, ഒരു വണ്ടി, ഏതെങ്കിലും ഒരു വണ്ടി എല്ലാ ദിവസവും ഓടണം. അത് ഏത് വണ്ടിയാണ് ഓടുന്നതെന്ന് RTOമാരെ അറിയിക്കണം. എല്ലാ സ്ഥലത്തും, ഇത് കേരളത്തിൽ കാസർഗോഡ് മുതൽ ഇങ്ങ് പാറശാല വരെ പ്രൈവറ്റ് ബസ് ഓടുന്ന എല്ലാ സ്ഥലത്തും ഇത് ബാധകമാണ്. ഏതെങ്കിലും ഒരു RTOയിൽ ഇതിൽ വീഴ്ച വരുത്തിയാൽ ഉദ്യോഗസ്ഥരുടെ പേര് നടപടി വരും. എല്ലായിടത്തും, തിരുവനന്തപുരം സിറ്റി അടക്കം, തിരുവനന്തപുരം സിറ്റി മുതൽ കാസർഗോഡ് വരെ, ഉൾനാടൻ പ്രദേശങ്ങൾ മാറ്റാൻ എല്ലാ സ്ഥലത്തും എവിടേക്കാണോ പ്രൈവറ്റ് ബസ് ഓടുന്നത് അവരുടെ അവസാന ട്രിപ്പുകൾ അവർ കട്ട് ചെയ്യുകയാണ്. ഒരു 6-6:30 മണി 7 മണിക്ക് ശേഷം നമുക്കെല്ലാം അറിയാവുന്നതാണ്. അവർ കട്ട് ചെയ്തിട്ട് പോവുകയാണ്. പിന്നെ യാത്രക്കാർക്ക് അവിടെ രക്ഷയില്ല. രാത്രിയായി കഴിഞ്ഞാൽ രാത്രിയിൽ കൊണ്ടുപോകണമെങ്കിൽ KSRTC തന്നെ വരണം. അപ്പോൾ അതുകൊണ്ട് KSRTC ഓടുന്നിടത്തെല്ലാം നമ്മൾ ലാസ്റ്റ് ട്രിപ്പ് വരെ ഓടാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഇവരും ലാസ്റ്റ് ട്രിപ്പ് വരെ ഓടേണ്ടവരാണ്. പക്ഷേ കളക്ഷൻ കുറവാണെന്നൊക്കെ ഉള്ള അവരെ പരാതി വേണ്ട, അവർക്കും ഒരു നഷ്ടം വരണ്ടെന്ന് കരുതിയിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ഒരു വണ്ടി, മൺഡേ ഒരു വണ്ടി, പർട്ടിക്കുലർ വണ്ടിയാണ് ഓടുന്നതെങ്കിൽ ട്യൂസ്ഡേ മറ്റൊരു വണ്ടി ഓടണം, വെനസ്ഡേ വേറെ വണ്ടി ഓടണം. അങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്താൻ ഉടമകളുമായി സംസാരിച്ച് തീരുമാനിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി വന്നിട്ടുണ്ട്. എല്ലാ വണ്ടികളിലും ക്യാമറ സ്ഥാപിക്കണം. KSRTC അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രൈവറ്റ് ബസ്സുകളും അതിൻ്റെ നടപടികൾ ആരംഭിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. മാർച്ച് മാസം വരെ അവർക്കത് ഫിറ്റ് ചെയ്യാൻ സമയം കൊടുക്കണം. വാങ്ങാനും വയ്ക്കാനും ഒരു സമയം കൊടുക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യ മര്യാദയാണ്. കോടതി വിധി നമുക്ക് കയ്യിൽ കിട്ടിയിട്ടില്ല. എങ്കിൽ പോലും മാർച്ച് മാസം വരെ അവർക്ക് വണ്ടി ക്യാമറ വയ്ക്കാൻ സമയം കൊടുക്കാൻ. മാർച്ച് മാസം കഴിയുമ്പോഴേക്കും എല്ലാ വണ്ടികളുടെയും മാർച്ച് മാസത്തോടെ എല്ലാ വണ്ടികളും ക്യാമറ വെച്ച് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. കോടതി വിധി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അതിനൊരു നാളെ രാവിലെ എല്ലാവരും ക്യാമറ വെച്ചോണം എന്ന് പറഞ്ഞാൽ അത് കിട്ടാത്തതിൻ്റെ പ്രശ്നം ഉണ്ടാകും. അതിനൊരു മാർക്കറ്റിൽ ഒരു കച്ചവടവും കൊള്ളയൊക്കെ ഉണ്ടാകും. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടൊരു ടൈം കൊടുക്കുക. കോടതി വിധി ഞങ്ങൾ കൈവശം കിട്ടിയിട്ടില്ല. അത്തരത്തിൽ വിധി വന്നിട്ടുണ്ട്. സിംഗിൾ ബെഞ്ചിൻ്റെ വിധി വന്നു. അതിന്മേൽ പ്രൈവറ്റ് ബസ്സുകാർ അപ്പീൽ പോയി. അത് തള്ളിക്കൊണ്ട് ഡിവിഷണൽ ബെഞ്ചിൻ്റെ വിധി ഇന്നലെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വന്നില്ലെങ്കിൽ പോലും നമ്മൾ അത് നടപ്പിലാക്കുന്നു. ആ വിധി മാനിച്ചുകൊണ്ട് നമ്മൾ അവർക്കൊരു സമയം കൊടുക്കുക ഇത് വാങ്ങി ഫിറ്റ് ചെയ്യാനായിട്ട്. മാർച്ച് മാസം അല്ല, 9 മണിക്ക് മുമ്പ് പോയി വരത്തക്ക രീതിയിലൊരു ടൈമാണ് അത്. ആ വണ്ടിയുടെ സമയം, ആളുകളുടെ സമയം കൂടി നോക്കിയിട്ട് RTOമാർ തീരുമാനിക്കാനാണ് പറഞ്ഞത്. ഇപ്പോൾ 7 മണിക്കൊരു വണ്ടി അങ്ങോട്ട് പോകുന്നു, അവിടെ 8 മണിക്ക് എത്തുന്നു, 8 മണിക്ക് ശേഷം അവിടുന്ന് പുറപ്പെട്ട് 9 മണിക്ക് തിരിച്ചു വരുന്നു. അങ്ങനെ ആണ്. അല്ല, മിഡ് നൈറ്റ് വരെ ഓടാനൊന്നും പറഞ്ഞാൽ അവർ ഓടില്ല. നമ്മളത് അവരെ ബുദ്ധിമുട്ടിക്കാൻ ഇതിപ്പം വളരെ പ്രായോഗികമാണ്. കാരണം എന്ന് വെച്ചാൽ അവർക്കും നഷ്ടമില്ല, നാട്ടുകാർക്കും നഷ്ടം. സാധാരണ വണ്ടിയിലൊക്കെ 2-3 പേരെ കാണത്തുള്ളൂ. സാധാരണ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വയനാട്ടിലൊക്കെ ഈ 6:30 മണിക്ക് 7 മണിക്ക് വണ്ടി ഒതുക്കിയതിന് ശേഷം അതെല്ലാം കഴുകിയിട്ടതിന് ശേഷം അവസാന വണ്ടി KSRTC വണ്ടി ഉപയോഗിച്ച് ഡ്രൈവറും കണ്ടക്ടറും വീട്ടിൽ പോകുമായിരുന്നു. ഇത് പ്രൈവറ്റ് ബസ്സിൻ്റെ ഡ്രൈവറും കണ്ടക്ടറും വീട്ടിൽ പോകുന്നത് ഈ അവസാന ട്രിപ്പിൽ. അതുകൊണ്ട് അവരെ വണ്ടി തന്നെ പോട്ടെന്ന് വിചാരിച്ചു, KSRTCയിൽ പോകണ്ട. അത് വയനാട്ടിൽ ഇപ്പം നന്നായി നടക്കുന്നുണ്ട്. പുൽപ്പള്ളി ഭാഗത്തുനിന്ന് പരാതി വന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ മിനിസ്റ്ററായി വന്ന ഉടൻ തന്നെ അത് പ്രഖ്യാപിച്ചു. അത് അവിടെ നടക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ അത് നടക്കുന്നില്ല. ഇപ്പോൾ ഈ ഒരു പത്രസമ്മേളനത്തിൽ ഞാൻ പറയുന്നത് അത് നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പേരിലായിരിക്കും ഇനി നടപടി. അത് നടത്തിക്കണം. കാരണം എന്താ, നിയമപരമായി ഉദ്യോഗസ്ഥൻ്റെ ചുമതലയാണ് നമുക്ക് വണ്ടി തരേണ്ടത്. അതിനൊരു ഇളവ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. എല്ലാ വണ്ടികളും ഓടേണ്ടതാണ്. പക്ഷേ എല്ലാ വണ്ടികളും ഓടണം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം അത് കണക്കാക്കുന്നു, അത് മാനിക്കുന്നു, അവരുടെ അഭിപ്രായം മാനിക്കുന്നു. അവരുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് തന്നെയാണ് ഈ ക്യാമറ വയ്ക്കാനും ഒരു അവധി കൊടുക്കുന്നത്. ഹൈക്കോടതി ഉത്തരവാണ്, പാലിച്ചേ പറ്റൂ. പക്ഷേ അതിന് മാർച്ച് മാസം വരെ വാങ്ങി വയ്ക്കാൻ സമയം കൊടുക്കും. അതുവരെ ടെസ്റ്റ് ചെയ്ത് കൊടുക്കും. വണ്ടി വീണ്ടും ഒന്നുകൂടെ കൊണ്ടുവന്ന് കാണിക്കണം വെച്ചതിന് ശേഷം. ഉണ്ട്, ആ പ്രശ്നമുണ്ട്. വണ്ടിയില്ലാത്തതിൻ്റെ പ്രശ്നമുണ്ട്. വണ്ടി വാങ്ങാനുള്ള നടപടികൾ സർക്കാർ എടുക്കുന്നുണ്ട്. 20 വണ്ടികൾക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട്, വാങ്ങാനായിട്ട് ഉത്തരവായിട്ടുണ്ട്. അത് ഓർഡർ ചെയ്തിട്ടുണ്ട്, ഉടനെ വരും. 48-50ഓളം വണ്ടിയുടെ കുറവുണ്ട്. അതിൽ 20 വണ്ടി ഇപ്പോൾ പരിഹരിക്കുന്നുണ്ട്. റോഡ് സേഫ്റ്റി അതോറിറ്റിയിൽ നിന്ന് 25 വണ്ടി അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ പേപ്പർ ശരിയായിട്ടില്ല. അത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്, ഉടനെ അതും വരും. വണ്ടികളുടെ വളരെ ഷോർട്ടേജ് ഉണ്ട്. ഞങ്ങളിനി വേറൊരു ശൈലി ആഗ്രഹിക്കുന്നത്, ഒരു ട്രാൻസ്പോർട്ട് കമ്മീഷണർ പ്രപ്പോസലുണ്ട്, മോട്ടോർ സൈക്കിൾ കൊടുക്കാമെന്നാണ്. ഈ ഉദ്യോഗസ്ഥന് പോകാനും പരിശോധിക്കാനായിട്ട് ജീപ്പ്, ഒരാൾ 2 പേര് പോകാൻ ഒരു ജീപ്പ് ഉപയോഗിക്കുന്നതിനേക്കാൾ ഒരു മോട്ടോർ സൈക്കിൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് 2 പേർക്ക് ഒഫീഷ്യലായിട്ട് മോട്ടോർ സൈക്കിൾ കൊടുക്കാമെന്നാണ് ഉദ്ദേശിച്ചത്. മോട്ടോർ സൈക്കിൾ കൊടുത്താൽ 2 പേര് പോയാൽ മതിയല്ലോ. ഒരു ഉദ്യോഗസ്ഥനോ 2 ഉദ്യോഗസ്ഥനോ തനിച്ച് പോയി അത് ചെക്ക് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് മോട്ടോർ സൈക്കിൾ വാങ്ങി കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ട്. അത്തരത്തിൽ പ്രപ്പോസൽ വരുന്നുണ്ട്. അത് ഫൈനലൈസ് ചെയ്തിട്ടില്ല. അത് നല്ലൊരു ഐഡിയ ആയിട്ട് നമുക്ക് തോന്നി, അതുകൊണ്ട് അത് നമ്മൾ എടുക്കുന്നു.
പുതിയ തസ്തികകൾ സൃഷ്ടിക്കാൻ കഴിയുന്നില്ല. കാരണം ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക സാഹചര്യത്തിൽ നമുക്കത് പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ PSC റാങ്ക് ലിസ്റ്റ് വന്നു. ആ റാങ്ക് ലിസ്റ്റിന് പുറത്ത് ഒരുപാട് കേസുകളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയെങ്കിലും ഒടുവിൽ റാങ്ക് ലിസ്റ്റ് അംഗീകരിച്ച് വന്നു. നമ്മളിപ്പോൾ എത്ര പേര് എടുക്കുന്നു? എത്ര പേരാണ് വരുന്നത്? 83 83 പേരെ നമ്മൾ AMBമാരായിട്ട് ഇപ്പോൾ അവർ ട്രെയിനിങ് എന്ന് തുടങ്ങും. ജനുവരി അല്ലേ? ഡിസംബർ 27 നമ്മൾ റിപ്പോർട്ട് ചെയ്യും. അവർക്കെല്ലാം നിയമന ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. അവർ 27-ന് ജോയിൻ ചെയ്യും. അടുത്ത മാസം തൊട്ട് ട്രെയിനിങ് ആരംഭിക്കും. അത് ഏതാണ്ടൊരു 8 മാസം നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ്ങാണ്. ഒരു 10 മാസത്തോളം എടുക്കും ആ ട്രെയിനിങ്. എങ്കിൽ പോലും ആ നിയമനം നടത്തുകയാണ്. അത്രയും നിയമനങ്ങൾ നടത്തുകയാണ്. വേറെ മാക്സിമം ഒഴിവുകൾ ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്. നമ്മുടെ ഉള്ള എല്ലാ ഒഴിവുകളും നികത്തും. ഒരു ഒഴിവ് പോലും ബാക്കിയിടില്ല. PSC റാങ്ക് ലിസ്റ്റ് വരുന്ന മുഴുവൻ ആളുകളെ എടുക്കും. ഇപ്പോൾ ഉള്ള ഒഴിവ് 83 ആ 83 എടുക്കാൻ. ഈ തിരുവല്ലത്തെ പ്രശ്നം ഞങ്ങളിപ്പോൾ റോഡ് സേഫ്റ്റി ഹൈവേ ഡയറക്ടറുമായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം അടിയന്തരമായിട്ട് അതിന് പരിഹരിക്കാനുള്ള നടപടി സ്വീകരിച്ചു വരികയാണ്. ഉടൻ തന്നെ അത് ബ്രിഡ്ജ് ഉണ്ടാക്കി അത് സോൾവ് ചെയ്യും എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ നമ്മുടെ ഈ ടോറസ് ലോറികൾ പരിശോധിക്കാം എന്നുള്ളതല്ലാതെ ഈ അപകടങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഈ അപകടങ്ങൾ ഒരു 80-85% നമ്മളുടെ ഡ്രൈവിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതിനൊരു മാറ്റമില്ല. അത് ആ അഭിപ്രായത്തിൽ നിന്ന് മാറ്റമില്ല. അല്ല, അതൊന്നും അതൊക്കെ നമ്മൾ പറഞ്ഞാൽ കേൾക്കുമോ? സംസ്ഥാന സർക്കാരിൻ്റെ ആണോ? കേന്ദ്ര ഗവൺമെൻറ് പരിപാടികളല്ലേ ഇത്? എത്രയോ സമരങ്ങൾ തൃശ്ശൂരിൽ നടന്നു, പാലക്കാട് നടന്നു. ടോളിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു മര്യാദ കേന്ദ്ര ഗവൺമെൻറ് കാണിച്ചിട്ടുണ്ടോ? KSRTCയിലെ 2 വണ്ടികൾ അതിലെ പോകാനായിട്ട് ഒരു അനുവാദം തന്നുകൊണ്ട് ടോൾ കൊടുക്കാതെ പോകുന്നുണ്ട്. ബാക്കി അത് നാട്ടുകാർക്ക് വേണ്ടിയാണ്. മാത്രമല്ല തിരുവല്ലം ഭാഗത്ത് ട്രാഫിക് വളരെ അശാസ്ത്രീയമാണ്. ഈ ഹൈവേയിലോട്ടുള്ള പ്രവേശനവും ഇറങ്ങലും കയറലും ഒക്കെ വളരെ അപകടകരമാണ്. അത് ഇന്ന് നമ്മൾ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. അപ്പോൾ അടിയന്തരമായി ഒരു ബ്രിഡ്ജ് ചെയ്തുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാമെന്ന്. അതെ, ഇതെല്ലാം കൂടി നടക്കും. അവരല്ലേ ഡിസൈൻ ചെയ്യുന്നത്, അത് നമ്മളല്ല. ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞുകൊണ്ടുവന്ന വിഷയം എന്താണ്? ഇത് നമ്മുടെ കേരളത്തിലെ എഞ്ചിനീയർമാർ, കേരള PWDയിലെ എഞ്ചിനീയർമാരല്ല ഇത് ഡിസൈൻ ചെയ്യുന്നത്. അവർ ഒരു ഏജൻസിയിൽ ഇപ്പോൾ ഹൈവേ കോൺട്രാക്ട് എടുക്കുന്ന കോൺട്രാക്ടറോട് അവർ ഡിസൈൻ ഉണ്ടാക്കാൻ പറയുന്നു, അല്ലെങ്കിൽ ഒരു കൺസൾട്ടനോട് പറയുന്നു. അതിന് അവർ അപ്രൂവൽ കൊടുക്കുന്നു, അവർ പണിയുന്നു. നമ്മൾ കാഴ്ചക്കാരാണ് ഇതിനകത്ത്. കേരളത്തിലെ PWD ഉദ്യോഗസ്ഥരാണ് ചെയ്യുന്നത്. അവരെ ഒന്ന് വിളിച്ചിട്ട് ഒന്ന് പരിഹരിക്കണം എന്ന് പറയും. ഇപ്പോൾ ക്ഷേത്രം മറയരുത് എന്നുള്ളത് അങ്ങയുടെ വികാരമാണ്, അത് നല്ലതാണ്. പക്ഷേ അത് ആര് കേൾക്കാനാണ്? ആരോടെ പറയുന്നത്? കേന്ദ്ര ഗവൺമെൻറ് വിചാരിക്കേണ്ടേ അതിപുരാതന ക്ഷേത്രമാണ്, മറയേണ്ടെന്ന് അവരല്ലേ തീരുമാനിക്കേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്കല്ലേ കൂടുതൽ താല്പര്യം എന്നല്ലേ പറയുന്നത്. അവർ തന്നെ എന്താ ചെയ്യാത്തത്? ഞങ്ങളിതിനൊന്നും എതിരല്ല. ഞങ്ങൾ ക്ഷേത്രം മറയുന്നതൊന്നും നല്ല കാര്യമാണെന്ന് പറയത്തില്ല. പക്ഷേ അത് വലിയ വർത്തമാനം അതിനെപ്പറ്റി പറയുന്ന ആളുകളങ്ങ് ശരിയാക്കിയാൽ മതി. അവരത് കറക്റ്റ് ചെയ്യണം. അങ്ങനെ ക്ഷേത്രം, അതിപുരാതന ക്ഷേത്രം, അതിൻ്റെ ദർശനം മറയരുതെന്ന് തീരുമാനിക്കേണ്ടത് അവരാണ്. ആചാരങ്ങളിൽ അവർക്ക് ആ വിശ്വാസം അല്ലേ പറയുന്നത്. ഞങ്ങൾക്കതൊക്കെ ബഹുമാനമുണ്ട്. എല്ലാ ആചാരങ്ങളിലും കേരള സർക്കാരിൻ്റെ ബഹുമാനമുണ്ട്. എല്ലാവരുടെയും ആചാരങ്ങളെയും എല്ലാ മതവിശ്വാസങ്ങളെയും ഞങ്ങൾ ആദരിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ അവരാണ് ചെയ്യേണ്ടത്. അത് അവരുടെ ശ്രദ്ധയിലൊന്ന് പെടട്ടെ. നല്ല ഈ ഒരു പത്രസമ്മേളനത്തിലൂടെ അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് നല്ലതാണ്. ആരെങ്കിലുമൊക്കെ ഒന്ന് ഡൽഹിയിൽ പോയി പറയുമല്ലോ. നമ്മൾ പറഞ്ഞാലൊന്നും കേൾക്കില്ല, നമ്മൾ ചോദിച്ചാൽ ഒന്നും തരില്ല. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പോയിരുന്നു. പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്. ഞാൻ വളരെ ക്ഷമയോട് പറയുകയാണ്. നമ്മൾ ആരോപണം ഉന്നയിക്കുന്നില്ല. ഡൽഹിയിൽ പോയി ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ട്രാൻസ്പോർട്ടുമായി ബന്ധപ്പെട്ട ചില ആവശ്യങ്ങൾ പോയി. ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യങ്ങൾ കേൾക്കാൻ പോലും, അതിലെനിക്ക് ഒരു മന്ത്രി എന്ന നിലയിൽ, ഒരു പൊതുപ്രവർത്തന നിലയിൽ അതിയായ പ്രതിഷേധമുണ്ട്. ഒന്ന് മര്യാദയ്ക്കൊന്ന് കേൾക്കാൻ പോലും മന്ത്രിക്ക് സമയമില്ല. വലിഞ്ഞേറി ചെന്നതൊന്നുമല്ല. കേരളത്തിലെ ട്രാൻസ്പോർട്ട് മന്ത്രിക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഒന്ന് കാണണം, ഒരു യോഗം വേണം എന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത് ഇത്ര മണിക്ക് വന്നോളൂ എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കാൻ ഒരു മിനിമം മര്യാദ. നമുക്ക് മധുരം വിളമ്പിയിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങൾ പറയുന്നതൊന്ന് കേൾക്കണ്ടേ? എന്താണ് ഞങ്ങൾക്ക് പറയാനുള്ളത്? ഞങ്ങളൊരു നിവേദനം കൊടുക്കുന്നു. ആ നിവേദനം എന്താണെന്ന് ഞാൻ ഇതിനു മുമ്പ് മന്ത്രിമാരെ കാണാൻ വേണ്ടി ഡൽഹിയിൽ പോയിട്ടുണ്ട്. വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് പോയിട്ടുണ്ട്. മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് പോയിട്ടുണ്ട്. മന്ത്രിമാരുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ നിഷേധാത്മകമായ ഒരു രീതി ആയിട്ടാണ് കാണുന്നത്. പറയുന്നുണ്ടെന്ന് തോന്നരുത്. ഞാൻ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരിക്കെ അന്ന് കേന്ദ്രം ഭരിച്ചിരുന്നത് വാജ്പേയി സർക്കാരായിരുന്നു. അന്നത്തെ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ഖണ്ഡൂരിയായിരുന്നു.
അദ്ദേഹത്തെ കാണാൻ പോകുമ്പോൾ അദ്ദേഹം വളരെ നല്ല രീതിയിലാണ് അദ്ദേഹം പെരുമാറുന്നത്. ഞാൻ തുറമുഖ ഷിപ്പിംഗ് മിനിസ്റ്ററെ കാണാൻ പോയിട്ടുണ്ട്. അദ്ദേഹം വളരെ നല്ല നിലയിൽ ചർച്ച ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. ഒരു സംസ്ഥാന കേന്ദ്ര ബന്ധത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ അങ്ങനെയല്ല. മുഖ്യമന്ത്രി പറയുമ്പോൾ രാഷ്ട്രീയമാണെന്ന് ആരും പറയണ്ട. ഇത് രാഷ്ട്രീയമല്ല. ഞാൻ രാഷ്ട്രീയം മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു മന്ത്രി എന്ന നിലയിൽ വളരെ നിഷേധാത്മകമായൊരു സമീപനമാണ് കേന്ദ്രമന്ത്രിമാരിൽ നിന്നുണ്ടാകുന്നത്. കാര്യം കേൾക്കൂ, കേട്ടിട്ട് നിഷേധിക്കൂ. കേൾക്കുന്നതിന് മുമ്പ് നിഷേധിക്കുന്ന കേട്ടിട്ടുണ്ടെങ്കിലും നിഷേധിക്കാൻ വേണ്ടി നേരത്തെ എഴുതി കൊടുക്കാൻ പറയും. നേരത്തെ എഴുതി കൊടുത്തേച്ച കൊണ്ട് ചെല്ലുമ്പോഴത്തേക്കും നിഷേധിക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. നോ എന്ന് പറയാൻ. എന്നാൽ പിന്നെ നോ എന്നൊരു കടലാസിങ് അയച്ചാൽ പോരായിരുന്നു. നിങ്ങളിങ്ങോട്ട് വരേണ്ടതില്ല, നോ. അത് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കേരളവുമായി ബന്ധപ്പെട്ട ഉപരിയിലെ ഗതാഗതവുമായി ബന്ധപ്പെട്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്, റോഡ് സേഫ്റ്റി, ഈ സംഭവിക്കുന്ന എൻഫോഴ്സ്മെൻറ്റുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്ന അപകടങ്ങൾ, മരണങ്ങൾ, ലൈസൻസിങ്, ഇതിനെക്കുറിച്ചെല്ലാം ഞങ്ങൾ 6 നിവേദനങ്ങൾ കൊടുത്തു. KSRTC സംബന്ധിച്ചും കൊടുത്തു. KSRTCക്ക് പുതിയ വണ്ടികൾ വാങ്ങാൻ സമ്പത്ത് തരണം. കാരണം വെച്ചാൽ 15 വർഷം കഴിഞ്ഞ് എല്ലാ വണ്ടിയും സ്ക്രാപ്പ് ചെയ്യാൻ ഉത്തരവിറക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മളെ സഹായിക്കണ്ടേ. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, പ്രൈവറ്റ് ബസ്സുകാരുടെ കാര്യത്തിൽ പറഞ്ഞു, രാത്രി വണ്ടി ഓടിക്കും പറയുമ്പോൾ നമ്മളൊരു ഒരു ജനാധിപത്യത്തിലൊരു നീതിബോധമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ KSR എല്ലാ വണ്ടിയും സ്ക്രാപ്പ് ചെയ്തേരെ എന്ന് പറയുമ്പം അതിനനുസരിച്ച് എന്തെങ്കിലും സഹായം തരണം. അല്ല, നമ്മൾ ആജ്ഞാപിച്ചു മറ്റുള്ളവർ അനുസരിച്ച് കൊള്ളണം എന്ന് പറയുമ്പോൾ അതിനുള്ള സഹായം ചെയ്യാനുള്ള മര്യാദ കാണിക്കണം. അത് പറയുമ്പോൾ ഇല്ല എന്ന് പറയുക. എന്നിട്ട് എല്ലാ വണ്ടിയും സ്ക്രാപ്പ് ചെയ്തേക്കുക എന്ന് പറയുക. അപ്പോൾ 50,000 കിലോമീറ്റർ ഓടാത്ത ഫയർഫോഴ്സിൻ്റെ വണ്ടി സ്ക്രാപ്പ് ചെയ്യണം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ന്യായമോ അന്യായമോ? ഫയർഫോഴ്സിൻ്റെ വണ്ടി എല്ലാ ദിവസം രാവിലെ എടുത്താലും ടൂർ പോകത്തില്ലല്ലോ. പല ഫയർ എഞ്ചിനും 15 വർഷം കഴിഞ്ഞെങ്കിലും 1,00,000 കിലോമീറ്റർ പോലും തികയാത്ത ഫയർ എഞ്ചിനുകളാണ്. രാവിലെ ഇപ്പം ഓടിച്ചു തീർക്കണം എന്നും പറഞ്ഞ് രാവിലെ ഫയർ എഞ്ചിൻ എടുത്തിട്ട് ഓടിക്കാൻ പറ്റും. പോലീസിൻ്റെ ബസ്സുകൾ പലതും 1,00,000 കിലോമീറ്റർ 1,50,000 കിലോമീറ്റർ പോലും ആയിട്ടില്ല. 15 വർഷം കൊണ്ട് എന്താണ് ചെയ്യുന്നത്? ഒന്നുകിൽ എവിടെയെങ്കിലും ഒരു സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പ് വരെ വരും ക്യാമ്പിൽ നിന്ന്. അവിടെ സമരം കഴിയുമ്പോൾ വൈകിട്ട് തിരിച്ചു പോകും. മാക്സിമം പോകുന്ന ദൂരം എന്ന് പറഞ്ഞാൽ ക്യാമ്പിൽ നിന്ന് ശബരിമല ഡ്യൂട്ടിക്ക് പോകും. വേറെ എവിടെയാണ് ഈ പോലീസ് വണ്ടി കൊണ്ടായിരിക്കും ടൂർ പോകാനുണ്ടോ? ബസ്സുകളെ 1,50,000 കിലോമീറ്റർ പോലും ആകാത്ത ബസ്സുകൾ കണ്ടം ചെയ്ത് കളയാൻ പറയാണ്. ഒന്നുമില്ല, അതിനൊരു മെക്കാനിക്കൽ ഡിഫക്റ്റ് ഇല്ല, പൊല്യൂഷൻ പ്രശ്നമില്ല, ഒന്നുമില്ല. പക്ഷേ സ്ക്രാപ്പ് ചെയ്തേക്കുമെന്ന് പറഞ്ഞിട്ട് എല്ലാം സ്ക്രാപ്പ് ചെയ്തേക്കും. എന്നാൽ എന്തെങ്കിലും സഹായം ഉണ്ടോ? ഇതൊക്കെ വളരെ മോശമാണ്. കാരണം ഒന്നും തരില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ ശരിക്കും കേരളത്തിലെ ജനങ്ങളെ ശ്വാസം മുട്ടിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇത് ബാധിക്കുന്ന ആരെയാണ്? ഭരിക്കുന്ന സർക്കാർ മാറി മാറി വരും, പക്ഷേ ഭരണകർത്താക്കളും മാറി മാറി വരും. പക്ഷേ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു കേന്ദ്ര സംസ്ഥാന ബന്ധത്തിൽ ഒരു ചെറിയ മര്യാദയാകാം. അത് പറയേണ്ടി വന്നതിൽ വലിയ ഖേദമുണ്ട്. കാരണം ഞാനതിൻ്റെ അനുഭവം നേരിട്ട് അനുഭവിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. ആരായാലും അത് മതിയല്ലോ. ഈ ഒരു കലത്തിലിരിക്കുന്ന ചോറെല്ലാം ബന്ധമെന്ന് ഞാൻ 1-2 ചോറെടുത്ത് ഞെക്കി നോക്കിയാൽ മതി. എല്ലാം കൂടി വാരി ഞെക്കണ്ട. മനസ്സിലായല്ലോ? അതൊക്കെ വളരെ കേരളത്തിൽ താമസിക്കുന്ന ഒരു പൗരൻ നിലയിൽ ഞാൻ പറഞ്ഞല്ലോ, വാജ്പേയി സർക്കാരിൻ്റെ കാര്യത്ത് ഞാൻ ഈ 2 മന്ത്രിമാരെ കാണാൻ ഞാൻ പോയിട്ടുണ്ട്. അവരുടെ സമീപനം വളരെ മാന്യമായിരുന്നു, അവരുടെ മറുപടി വളരെ നല്ലതായിരുന്നു. അവരുടെ രാഷ്ട്രീയം പറയുകയല്ല. അത് കഴിഞ്ഞ് മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് ഞാൻ പോയിട്ടുണ്ട്. വനമന്ത്രിയായിരിക്കെ ഞാൻ പലപ്പോഴും ജയറാം രമേശ് അടക്കമുള്ള മിനിസ്റ്റേഴ്സിനെ കാണാൻ പോയിട്ടുണ്ട്. അവരുടെ രീതികൾ വളരെ നല്ലതായിരുന്നു. കാണും, ഉണ്ടാകുമല്ലോ, തീർച്ചയായിട്ടും ഉണ്ടാകും. പക്ഷെ ഞാനതങ്ങ് തുറന്നു പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ അറിയണമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, 2 മന്ത്രിസഭയുടെ കാലത്ത് ഞാൻ മന്ത്രിയായിരുന്നുണ്ട്. വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിലെ ഗതാഗത മന്ത്രിയായിരുന്നു. മൻമോഹൻ സിംഗിൻ്റെ സർക്കാരിൻ്റെ കാലത്ത് വനം മന്ത്രിയായിരുന്നു. ഈ 2 സമയങ്ങളിലും ഞാൻ പോയിട്ടുണ്ട്. ഇത് 3ാമത്തേതാണ് ഞാൻ പോകുന്നത്. 3ാമത്തെ അനുഭവം വളരെ വേണ്ടാന്നൊരു സമീപനമില്ല. നമ്മൾ ഇങ്ങോട്ട് വരണ്ട എന്ന് പറയില്ല, തരില്ല. കൊച്ചു പിള്ളേരൊക്കെ പറയില്ല, ഞാൻ നിനക്ക് തരില്ല എന്ന് പറഞ്ഞു. ആ നിലയിൽ കാണരുത്. ഇത് ഒരു രാജ്യം ഭരിക്കുന്നവരാണ്, പക്വത, നമ്മളെക്കാളൊക്കെ പക്വതയും കാര്യങ്ങളും വേണ്ടവരാണ്. ഇപ്പോൾ നമ്മളൊരു മന്ത്രി എന്ന നിലയിൽ നമ്മളെ കാണാൻ പല ആൾക്കാരും വരും. അവർ വരുമ്പോഴേ പറ്റൂല ഇറങ്ങിപ്പാൻ പറയുമായിരിക്കും. ഇല്ലല്ലോ, നോക്കാം, കൺസിഡർ ചെയ്യില്ല എല്ലാവരും. ആ കൺസിഡറേഷനൊക്കെ വേണം. അതൊക്കെ ഒരു സാമാന്യ മര്യാദയുടെ ഭാഗം കൂടിയാണ്. ഓപ്പോസിഷനോടുള്ള ഒരു പൊളിറ്റിക്കൽ റെസ്പെക്റ്റ് കുറവായിരിക്കും. അത് പാടില്ല. പ്രതിപക്ഷ ബഹുമാനം എന്ന് പറഞ്ഞൊരു മര്യാദ എല്ലാവരും പുലർത്താണ്ട്. കേരളത്തിലെ ഇന്ത്യയിലെ ഏത് രാഷ്ട്രീയ കാര്യങ്ങൾ എടുത്തു നോക്കൂ, അവരെല്ലാവരും പ്രതിപക്ഷ ബഹുമാനം പുലർത്തിയിട്ടുണ്ട്. അതിലൊരു അല്ല, കേരള സർക്കാർ മറ്റ് സംസ്ഥാനത്തിന് കൊടുക്കണം. കേരള സർക്കാരിൻ്റെ ഇരട്ടി പൈസയാണ് വാങ്ങിക്കുന്നത് സ്ഥലം വാങ്ങാൻ. മറ്റ് സംസ്ഥാന സർക്കാരുകൾ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസയ്ക്ക് കേരളത്തെ കൊണ്ട് ബലം പ്രയോഗിച്ച് സ്ഥലം എടുപ്പിച്ച്
അവർ തന്നെ സ്ഥലമെടുത്ത് റോഡ് പണിഞ്ഞു കൊടുക്കും മറ്റു സംസ്ഥാനങ്ങൾ. ഇവിടെ നമ്മൾ നിവർത്തിയില്ല. നമ്മളെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച്, കേരള ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് നല്ല റോഡുകൾ ഉണ്ടാകണം എന്ന ഒരു ദീർഘവീക്ഷണമുണ്ട്. അതിനുവേണ്ടി വലിയൊരു ത്യാഗമാണ് സഹിക്കുന്നത്. വലിയൊരു ത്യാഗം സഹിച്ചുകൊണ്ട് വളരെയധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ലാൻഡ് അക്വിസിഷൻ കേരള ഗവൺമെൻറ് ഏറ്റെടുത്തു എന്ന് പറയുന്നത് തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞു, എൻ്റെ അനുഭവം പറഞ്ഞു. അത് നിതിൻ ഗഡ്കരി എന്ന വ്യക്തിയെക്കുറിച്ചല്ല എൻ്റെ പരാതി. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആലോചന എന്നാണ്. അദ്ദേഹത്തെ വ്യക്തിപരമായി അദ്ദേഹത്തെ അധിക്ഷേപിക്കാൻ ഞാനാര്? അദ്ദേഹത്തിൻ്റെ കുറ്റമൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ നമ്മളെ കൊടുക്കുന്ന ഒരു കാര്യത്തിൽ തുടക്കത്തിൽ തന്നെ ഒരു നെഗറ്റീവ് പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ റിജക്റ്റ് ചെയ്തോളൂ. പരിഗണിക്കുന്നതിന് മുമ്പേ എടുത്ത് കൈ കിട്ടുമ്പോൾ വായിച്ചു പോലും നോക്കാതെ റിജക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇത് വായിച്ചു നോക്കണ്ടേ? കൈക്കുന്ന പേപ്പറൊന്ന് വായിച്ചു നോക്കിയിട്ടുണ്ട് റിജക്റ്റ് ചെയ്യാൻ. അതിലൊക്കെ വിഷമമുണ്ട്. ആരും മോശമെന്ന ഒരു വ്യക്തിപരമായിട്ട് എന്താ അദ്ദേഹത്തെ പറ്റിയൊന്നും പറഞ്ഞില്ല. ഞാൻ പറയത്തുമില്ല. അദ്ദേഹത്തെ പറ്റി വ്യക്തിപരമായ മോശമായി പറയാനില്ല. പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ വളരെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വളരെ രോഷത്തോടുകൂടി അദ്ദേഹം പറഞ്ഞ വളരെ ശരിയാണ്. കേരളത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു വലിയ അവഗണന. ഞാനൊന്ന് ചോദിക്കട്ടെ, ഒറ്റ ചോദ്യത്തിന് ഒരു സംശയം ചോദിക്കാൻ അറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ്. ഈ തമിഴ്നാട്ടിൽ കൊടുങ്കാറ്റും മഴയും വന്നു, ദിവസങ്ങൾക്കുള്ളിൽ ആനുകൂല്യം അനുവദിച്ചു. കേരളത്തിൽ ഇത്രയും വലിയൊരു ദുരന്തം വയനാട്ടിൽ നടന്നിട്ട് നമ്മളിപ്പോഴും സമരം ചെയ്യുകയും രാജ്ഭവൻ മാർച്ച് നടത്തുകയും ഒക്കെ ചെയ്ത് പോകേണ്ടത് എന്തുകൊണ്ടാണ്? അതെന്താ അതിൻ്റെ രഹസ്യം എന്നൊന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. ഈ പറയുന്ന ന്യായം എന്തോ? ഇവിടുന്ന് കൊടുക്കുന്ന കടലാസ്, എന്ത് കടലാസ്? ബഹുമാനായ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു, നല്ല ഫോട്ടോ സെഷനൊക്കെ വയനാട്ടിൽ വെച്ച് നടത്തി, കുഞ്ഞുങ്ങൾക്ക് ഉമ്മയെ കൊടുത്ത ഉമ്മയുടെ കാശിന് കൂടി നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരുമോ? പൈസ കൊടുക്കേണ്ടി വരുമോ? അദ്ദേഹം വന്ന ചിലവെന്നല്ല, അദ്ദേഹം ഫോട്ടോ സെഷൻ നടത്തി, എല്ലാവരുടെ ഫോട്ടോ എടുത്തു, ആശുപത്രി കയറി ഉമ്മ വയ്ക്കുന്നു, കെട്ടിപ്പിടി. ആ കുഞ്ഞുങ്ങൾ, പിഞ്ചു കുഞ്ഞുങ്ങൾ, ഇത്രയും ഒരു മുത്തശ്ശന പ്രായമുള്ളൊരു വ്യക്തി, ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി വരുമ്പം അവരെങ്കിലും പ്രതീക്ഷിച്ച് കാണുമല്ലേ എന്തെങ്കിലുമൊക്കെ ഒരു സഹായം കിട്ടുമെന്ന്? നമ്മളെയൊക്കെ അങ്ങ് മറക്ക്. അവരെങ്ങനെ ആ കുഞ്ഞുങ്ങൾ ഉമ്മയൊക്കെ വെച്ച് സലാമൊക്കെ വെച്ച് തൊട്ട് തലവരി കാലിലും തലയിലൊക്കെ തലോടി. അപ്പോൾ ആരെങ്കിലും മുത്തശ്ശൻ വന്നു കാണാൻ, അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, അദ്ദേഹം ഞങ്ങൾക്ക് എന്തെങ്കിലും, അച്ഛനും അമ്മയും എല്ലാം നഷ്ടപ്പെട്ട്, വീട് നഷ്ടപ്പെട്ട് റോഡ് നിൽക്കുന്ന പെരുവഴി നിൽക്കുന്ന ഞങ്ങളെ ഒന്ന് സഹായിക്കും എന്ന് ആ കുഞ്ഞുങ്ങൾ ആഗ്രഹിച്ചെങ്കിൽ, ഞങ്ങളാരും പറഞ്ഞിട്ടല്ലല്ലോ ആഗ്രഹിച്ചു. ഇനി അതിനും കൂടി വലിയൊരു തിരുവനന്തപുരം, ആ ഫോട്ടോഗ്രാഫറുടെ പൈസയും കൂടെ നമ്മൾ കൊടുക്കേണ്ടി വരും ചിലപ്പോൾ. മല കയറാൻ പോയ ബാബുവിനെ എടുക്കാൻ വന്ന പൈസയ്ക്ക് വരെ ബില്ല് തന്നു. ഏതാ പാലക്കാട്ട് മല കയറാൻ പോയി കുടുങ്ങിപ്പോയ ബാബുവിനെ നോക്കാൻ വേണ്ടി ഹെലികോപ്റ്റർ വന്നു, അതിൻ്റെ വരെ പൈസ നമ്മൾ കൊടുക്കണം. ഇതൊരു ശരിയായ കാര്യമല്ല. ഫെഡറൽ സംവിധാനത്തിൽ ഇതൊരു ചേരുന്ന കാര്യമല്ല. അത് പറയുന്നത് കേരളത്തിന് വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇക്കാര്യത്തിൽ മാധ്യമങ്ങൾ മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായി ഇക്കാര്യത്തിൽ. കാരണം ഇന്ന് ഞാൻ നാളെ നീ എന്നെല്ലാവരും ഓർക്കുന്നല്ലതാണ്. ഇത് സർക്കാരിനോടുള്ള വെല്ലുവിളിയല്ല, കേരളത്തിലെ ജനങ്ങളുള്ള വെല്ലുവിളിയാണ്. നമ്മളെ വ്യക്തിപരമായ ആവശ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്ത് ചർച്ച? നമുക്ക് ഇരിക്കാൻ കസേര തന്ന്, മന്ത്രി ഒന്നിരിക്കണ്ടേ? എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടു. എന്തിന്? നിങ്ങളടുത്ത് പറഞ്ഞാൽ പോരെ? ഞാനിപ്പോൾ സ്റ്റേജിൽ പോയി പ്രസംഗിക്കാൻ പോണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ നിങ്ങൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യമായിട്ട് ഞാൻ പറഞ്ഞു. ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, പൊതുപ്രവർത്തകനാണ്, കേരളത്തിലെ ഒരു MLA ആണ്, ഒരു മന്ത്രിയാണ്. ഞാൻ പറയണ്ടേ? ഉണ്ടായിരുന്ന നോക്കൂ ഇക്കാര്യത്തിൽ. മുഖ്യമന്ത്രിക്ക് അറിയാമല്ലോ, അതുകൊണ്ടാണല്ലോ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ വളരെ ശക്തമായ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞല്ലോ. ഫോട്ടോ എപ്പോഴും നല്ലതല്ലേ? വയനാട്ടിൽ വന്ന പ്രധാനമന്ത്രിയുടെ ഫോട്ടോ എല്ലാം സുസ്മേരവദനമല്ലായിരുന്നു? അല്ലായിരുന്നു? നല്ല ഫോട്ടോ അല്ലായിരുന്നു? സൂപ്പർ പോസ്റ്റോ അല്ലായിരുന്നു? അദ്ദേഹം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ കേരളത്തിൽ നിന്നുള്ളൊരു കമാൻഡോ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. ഗംബൂട്ടൊക്കെ ഇട്ട് കമാൻഡോസൊക്കെ കൂടെ. അവിടെ നിന്നുകൊണ്ട് നല്ല ഇവിടുന്ന് തന്നെ ആളെ കിട്ടിയല്ലോ. അതൊന്നും കണ്ടില്ലല്ലോ. ഈ ഫോട്ടോയും വീഡിയോ നമ്മൾ കണ്ട് സന്തോഷിച്ചവരല്ലേ? സംഭവം നിങ്ങളൊക്കെ വീഡിയോ കവർ ചെയ്യുമ്പോൾ സംഭവം ത്രില്ലിംഗ് അല്ലേ? ഇത് ഹിന്ദി സിനിമയാണോ ഇംഗ്ലീഷ് പടമാണോ കാണുന്ന സംശയം തോന്നും. അത്രയേ ഉള്ളൂ, വേറെ പരാതിയൊന്നുമില്ല. ഉള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണം എന്താണ് കേരള സർക്കാരിനോടും. കേരള സർക്കാരിനോട് വിടും. ഇടതുപക്ഷ മുന്നണി സർക്കാരിനോട് രാഷ്ട്രീയ വിരോധം ഉണ്ടെങ്കിൽ അതല്ലല്ലോ കേരളത്തിലെ ജനങ്ങൾ. കേരളത്തിലെ ജനങ്ങളോടാണ് വെല്ലുവിളി.
വേറെ എന്തെങ്കിലും അത്രയല്ലേ ഉള്ളൂ. അല്ല, ഞാൻ ആരോടും ചോദിച്ചില്ല. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഞാൻ അങ്ങനെ ആരെയും ശല്യം ചെയ്യുന്ന ആളല്ല. ഞാനൊന്ന് സൗമ്യമായി ഒന്ന് പോയി നോക്കി. ഭാഗ്യത്തിന് ഇരിക്കാൻ കസേര തന്നു. എന്തിന്? നമ്മളെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. വ്യക്തിപരമായി നമുക്കൊന്നുമില്ല. നമുക്കൊന്നും വ്യക്തിപരമായ ഒരു അപമാനമല്ല, ഒന്നുമല്ല. പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് നൽകുന്ന ഓരോ പൈസയും ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഓരോ നല്ല കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അതിനു വേണ്ടിയാണ് പോയത്. അല്ലാതെ ഞങ്ങൾക്ക് പേഴ്സണലി എന്തോ കാര്യം സഹായിക്കാൻ, ഞങ്ങൾക്കൊരു കാര്യം സഹായിക്കാനില്ല. ഞങ്ങൾ പോയത് സത്യസന്ധമായ ഒരു കാര്യത്തിന് പോയി. അതെല്ലാവരും ഒന്ന് മുൻകൈ എടുക്കണമെന്നേ പറഞ്ഞുള്ളൂ. ഓ, അങ്ങേര് പറഞ്ഞിട്ട് തന്നെ അവിടെ കേൾക്കുന്നില്ല. പിന്നെ അവർക്ക് തന്നെ വലിയ വിലയില്ല. പിന്നെ അത് നമുക്ക് തൃശ്ശൂരേക്ക് ഒന്നും ചോദിക്കുന്നില്ല, കിട്ടുന്നുമില്ല. അതിനെപ്പറ്റി ആർക്കും അഭിപ്രായമില്ലേ? എയിംസൊക്കെ തുടങ്ങിയ അപ്പോൾ പിന്നെ അവർ തന്നെ ബുദ്ധിമുട്ടിക്കാൻ നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കാൻ കൊള്ളാവും. അത് കേരളത്തിലുള്ള സമീപനം ശരിയല്ല, അത്രയേ ഉള്ളൂ. ട്രാൻസ്പോർട്ടിനുള്ള നിൽക്കട്ടെ. സമീപനം നേരിട്ട് അനുഭവിച്ചപ്പോൾ അത് പറയാതിരുന്നിട്ട് ഇരുട്ടത്തേട്ട അടി പോലെ മിണ്ട നടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. സ്വന്തം കാര്യത്തിനൊന്നും അല്ലല്ലോ പോയത്.